ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 97 ഉത്തരാർജിതത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത്. ഇതിലെ ദേവത സോമനാണ്. അപ്പോൾ ഇവിടെ സോമനീര് പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ സോമനീര് എടുക്കുമ്പോൾ, ഇടിച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ അത് പല ആവശ്യത്തിന് എന്തിനിടിച്ച് പിഴിഞ്ഞെടുക്കുക, അത് സത്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ കൃത്രിമ മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള സോമയാഗത്തിലേക്ക് വേണ്ടിയാണെങ്കിലും എല്ലാം സോമം വെച്ചിട്ടുള്ള യാഗം തന്നെയാണ്. വീട്ടിൽ ചോറ് വെക്കുന്നതും സോമം ഉപയോഗിച്ച് തന്നെയാണ്. അപ്പം അത് നീരെടുക്കുമ്പോൾ ഇത് ചൊല്ലിക്കൊണ്ടാണ്, ഈ ശാസ്ത്രതത്വങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് പിഴിഞ്ഞെടുക്കുക. അപ്പം അതിലൂടെ വേദശാസ്ത്രങ്ങൾ കൈമാറുകയും ചെയ്യുന്നുണ്ട്, മഴ പെയ്പ്പിച്ച് കിട്ടുന്നുമുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പാടുകയാണ്, സോമത്തോട് പറയുകയാണ്, തിളങ്ങുന്ന അവിടുന്ന്. അത് തിളങ്ങുന്ന തരത്തിലാണ്, പ്രകാശിക്കുന്ന തരത്തിലാണ്. കാരണം അത് ശുദ്ധമായി എടുക്കുമ്പോൾ തിളങ്ങുന്ന തരത്തിലാണ്. തിളങ്ങാൻ കാരണം എന്താണ്? അത് ചിലപ്പം കൂടിച്ചേരുമ്പോൾ അതിൽ നിന്ന് ശബ്ദവും വരും, വെളിച്ചമെല്ലാം വരും. അയനൈസ്ഡ് ഫോമിലാണെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അല്ലാതെ വലിയ വെളിച്ചമൊന്നും അതിൻ്റെ അത് കയറി വരുന്നത്, പക്ഷേ ശബ്ദം കേൾക്കാം. അങ്ങ് പർവ്വതത്തിൽ നിന്നാണ് പോയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സോമത്തെ. അങ്ങനെയുള്ള അങ്ങെന്ത് ചെയ്യുന്നു? കലശത്തിൻ്റെ നേർക്ക് പ്രവഹിക്കുന്നു. എപ്പോൾ? ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ദ്രോണ കലശത്തിലേക്ക് ശബ്ദമുണ്ടാക്കിക്കൊണ്ടുവരുന്നു എന്ന് പറയുകയാണ്. ഇതിൽ വന്നാലും എന്ന് പറയുകയാണ്. ശബ്ദമുണ്ടാക്കി വരിക എന്ന് പറഞ്ഞാൽ അതിനെ അയനൈസ്ഡ് ഫോമിലാണ് ആക്കിയിട്ട് വരുന്നത്. അയനൈസ്ഡ് ഫോം ആകുമ്പോൾ അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, വേർപെടുത്തിക്കൊണ്ട് ചിലപ്പോൾ അത് കൂടിച്ചേർന്ന് കളയും. കൂടിച്ചേരുമ്പോഴാണ് ഈ മേഘങ്ങൾ കൂടിച്ചേരുമ്പോൾ, ചാർജുള്ള മേഘങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത്. അതുപോലെ ഇവിടെ ഈ ചെറിയ ശബ്ദമുണ്ടാകും. അത് 344. ഇനി 345 പറയുന്ന ഇന്ദ്രന് വേണ്ടിയാണ്. നീ പോകുന്ന ആർക്ക് വേണ്ടിയാണ്? ഇന്ദ്രന് വേണ്ടിയാണ്. ഇത് അഗ്നിയിൽ കർപ്പിച്ച് അങ്ങ് മുകളിൽ പോകുമ്പോൾ ഇന്ദ്രനാണ് മേഘങ്ങളെ യോജിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ സാധിക്കും. അപ്പം ഇന്ദ്രനെ സഹായിക്കാൻ ഇന്ദ്രന് വേണ്ടിയാണ് ചെല്ലുന്നത്. വായുവിന് വേണ്ടി, അവിടെ വായുവിലാണല്ലോ മേഘങ്ങൾ ഉള്ളത്. പിന്നെയോ വരുണന് വേണ്ടിയും. വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റുകളാണ്. ഇലക്ട്രോണ്, ചാർജുള്ള കണങ്ങളിലെ ഇലക്ട്രോണ് ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. ഓർബിറ്റുകളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. ആ ഓർബിറ്റിലെ ശക്തിവിശേഷത്തെയാണ് വരുണൻ എന്ന് പറയുന്നത്. വരുണന് വേണ്ടിയും മരുദേവതകൾക്ക് വേണ്ടിയും മരുത്തുക്കൾ മഴ പെയ്യിപ്പിക്കുന്നതിന് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് 49 മരുത്തുക്കൾ കൂടിയതാണ്. അങ്ങനെയുള്ള ഒരു മരുത്തിലാണ് നമ്മളുള്ളത്. ആ മരുത്തുക്കളുടെ ചലനമനുസരിച്ചാണ് മേഘങ്ങൾ കൂടിച്ചേരുന്നത്. അപ്പം മരുത്തുക്കൾക്ക് വേണ്ടിയും ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന വിഷ്ണുവിന് വേണ്ടിയും ഇതെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്ന എന്താണ്? മഴ പെയ്യിപ്പിക്കുക, കൃഷി വരിക, ഇതിനെല്ലാം ഒരു ശക്തി വിശേഷം. അതിനാണ് വിഷ്ണു എന്ന് പറയുന്നത്, പ്രപഞ്ചശക്തി. വിഷ്ണുവിന് വേണ്ടിയും നീ എന്ത് ചെയ്യുന്നു? ജലത്തിൽ ലഭ്യമാകുന്ന നീ, അതായത് പിഴിയുമ്പോൾ, ജലത്തിലൂടെ പിഴിഞ്ഞെടുക്കുമ്പോൾ നീ കലശത്തിലേക്ക് വീഴുന്നു. അപ്പം പിഴിയുമ്പോൾ ഇവർ ഈ ശാസ്ത്രതത്വങ്ങൾ പറയുന്നതായിട്ട് കണ്ടാൽ മതി. ഇനി 346 സോമത്തോട് തന്നെ പറയാണ്, ഞങ്ങളുടെ പുത്രന് വേണ്ടി അന്നം നീക്കി വെച്ച്. അങ്ങനെ നീ മഴയായിട്ട് പെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നുണ്ടാവും, അന്നം ഉണ്ടാവും, കൃഷി ഉണ്ടാവും. ആർക്ക് വേണ്ടി? നമ്മുടെ പുത്രന്മാർക്ക് വേണ്ടി. അപ്പം നമ്മുടെ പുത്രന്മാർക്ക് വേണ്ടി നീ അന്നം നീക്കി വെച്ച് ആയിരക്കണക്കിനുള്ള ധനങ്ങൾ, ആയിരക്കണക്കിനുള്ള ധനം. ആയിരക്കണക്കിന് ധനം എന്ന് പറഞ്ഞാൽ കൃഷിയിലൂട്ട ധനം ഉണ്ടാവും. കൃഷിയിൽ തന്നെ നെല്ലിലൂട്ടിയാകാം, മാങ്ങ ഉണ്ടാകുകയാണെങ്കിൽ മാങ്ങയിലൂട്ടിയാകാം, തേങ്ങ ഉണ്ടാകാമെങ്കിൽ തേങ്ങയിലൂട്ടിയാകാം. അങ്ങനെ ഏത് തരത്തിലും ആയിരക്കണക്കിനുള്ള ധനങ്ങൾ
സകല ഭാഗത്തു നിന്നും നമ്മളെ മക്കൾക്കായിട്ട് നീ കൊണ്ടുവരിക. അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ ആ നാട് പലതരത്തിൽ അഭിവൃദ്ധിപ്പെടും, പലതരത്തിൽ ധനങ്ങൾ നേടും. അതെല്ലാം ആർക്ക് വേണ്ടി? നമ്മളെ മക്കൾക്ക് വേണ്ടി. ഇനി 347 ഋത്തിക്കുകളാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട്. ഋത്തിക്കുകൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ യാഗം ചെയ്യുന്നതിന് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയാണ് ഋത്തിക്കുകൾ എന്ന് പറയുന്നത്. ശാസ്ത്രജ്ഞന്മാർ, ഇതിനെപ്പറ്റി ജ്ഞാനമുള്ളവർ, പണ്ഡിതർ, അവര് സംസ്കരിച്ച സോമം അവരെന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഒരു ഭാഗം അവിടെ കിടന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ ബാക്കിയുള്ള ഋത്തിക്കുകൾ എന്ത് ചെയ്യുന്നു? ആടിൻ്റെ രോമത്തിലൂടെയാണ് ഇതിനെ അരിച്ചെടുക്കുമ്പോൾ നീ വേഗത്തിൽ അത് പാത്രത്തിലേക്ക് വന്നു വീഴുന്നു. പിഴിഞ്ഞെടുത്തതിനെ ആട്ടിൻ്റെ രോമത്തിലൂടെയാണ് അരിച്ചെടുക്കുന്നത്. ഇത് വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ തന്നെ ചെയ്യണം. അവർ നിർദ്ദേശിക്കുന്ന തരത്തിൽ കൂടെ ചെയ്താൽ മാത്രമേ എന്തായി കിട്ടുകയുള്ളൂ? ഇത് അയനൈസ്ഡ് ഫോമിൽ കിട്ടും. അയനൈസ്ഡ് എന്നെല്ലാം പറയുമ്പോൾ കെമിസ്ട്രി പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് പോസിറ്റീവ് നെഗറ്റീവായിട്ട് വിഘടിച്ചിട്ടുള്ളത്. പെൺകുതിരയെ പോലെ പച്ച നിറം കൊള്ളുന്ന ധാരയാൽ വളരെ ശക്തിയായിട്ട് ഇതിങ്ങനെ ഒലിച്ചു വരും. പെൺകുതിരയെ പോലെ ശക്തിയാൽ കലശത്തിലേക്ക് വന്നു വീഴും. ഇനി 348 അപ്പം ഗോക്കളുടെ ഈ ചർമ്മത്തിലൂടെ കലശത്തിലേക്ക് എത്തുന്നത് പശുവിൻ നെയ്യോടൊപ്പമാണ്. അപ്പോൾ ഇവർ എന്തും ചെയ്യുന്നുണ്ട്? പശുവിൻ നെയ്യും അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അരിച്ചെടുക്കുമ്പോൾ. അപ്പം ആ പ്രക്രിയയെല്ലാം വേറെ തന്നെയാണ്. അപ്പം പശു നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്, പാൽ ഉപയോഗിക്കുന്നുണ്ട്, വെള്ളം ആവശ്യം. പശു നെയ്യോടൊപ്പമാണ് ഇത് പാത്രത്തിലേക്ക് വീഴുന്നത്. മിശ്രണം കാരണം സോമം എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ഗോക്കളുമായാണ് ചേരുന്നത്. അങ്ങനെ നീ മിശ്രണം ചെയ്യുമ്പോൾ നീ ആരോടാണ് ചേരുന്നത്? പശുവിൻ്റെ പാലോടായതുകൊണ്ട് പശുവിൻ്റെ പാലുമായിട്ട് ചേർന്നിട്ടാണ്, കാരണം പശുവിൻ്റെ പാലാണല്ലോ നീ പാത്രത്തിലേക്ക് വീഴുന്നത്. പശുവിൻ്റെ പാല് ഗോക്കൾ എന്ന് പറയുമ്പോൾ വേറെ അർത്ഥമുണ്ട്, ഇലക്ട്രോൺ എന്ന അർത്ഥമുണ്ട്. ചാർജ് കണങ്ങളായി മാറുമ്പോൾ ഗോക്കൾ അവിടെ ഉണ്ടാവുന്നുണ്ട്, ഇലക്ട്രോണുകൾ, ഫ്രീ ഇലക്ട്രോണുകൾ. എങ്ങനെയാണോ വെള്ളം സമുദ്രത്തിൽ പോയി പതിക്കുന്നത്, അതുപോലെ രസരൂപമായ ഇത് കലശത്തിലേക്ക് വീഴുന്നു. പിഴിഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ അരിച്ച് എടുക്കുകയാണ്. അപ്പോൾ മതം നിറഞ്ഞ സോമം. അപ്പോൾ ആ സോമം എന്താണ്? മതമുള്ളതാണ്, ആൽക്കഹോൾ രൂപത്തിലാണ്, അയനൈസ്ഡ് ഫോമാണ്. HOH ഗ്രൂപ്പ്, ഇതാണ് ആൽക്കഹോളിക് ഗ്രൂപ്പ്, OH ഗ്രൂപ്പ്. അതാണ് നമ്മൾ ഈ മദ്യത്തിലുള്ള ആൽക്കഹോൾ എന്ന് പറയുന്നത്. OH ഗ്രൂപ്പ് നെഗറ്റീവ്. അപ്പോൾ എന്തുണ്ട്? H പോസിറ്റീവ് ഉണ്ട്. അതായത് അയനൈസ്ഡ് ഫോമിലാകുമ്പോൾ ആയതുകൊണ്ടാണ് ഇതിനെ മതമുള്ളതാണ്. അത് കുടിച്ചാൽ മത്തടിക്കും, ആ രൂപത്തിലാണത്. മതത്തിന് വേണ്ടിയാണ് ഇടിച്ച് കഷ്ടപ്പെടുന്നത്, ഇത്തരത്തിൽ പാത്രത്തിലേക്കാക്കുന്നത്. ആ മതരൂപത്തിൽ, ആൽക്കഹോളിക് റൂമിൽ അല്ലെങ്കിൽ അയനൈസ്ഡ് ഫോമിലാണ് ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇതിനെ ഇടിച്ചു പിഴിയുന്നത്. ഇനി 349 അങ്ങനെയുള്ള സോമം നീ പ്രശംസയ്ക്ക് യോഗ്യനാണ്. കാരണം നിന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സോമത്തെ പ്രശംസിക്കണം. കാരണം അതിനെന്തിനാ കഴിവുണ്ട്? അഗ്നിയിലർപ്പിച്ചങ്ങ് വിട്ടു കഴിഞ്ഞാൽ മേഘങ്ങളെ മഴ പെയ്യിപ്പിക്കാൻ, പെയ്യാതെ മേഘങ്ങളെ കൂട്ടിച്ചേർത്ത് മഴ പെയ്യിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നീ പ്രശംസയ്ക്ക് യോഗ്യയാണ്. സ്വർഗത്തിന് സമാനമായ ധനം നീ നേടിത്തരുന്നു. അങ്ങനെ നീ പ്രശംസനീയനാണ്, പ്രശംസനിക്കേണ്ട ഒരു വസ്തുവായി മാറുകയാണ്. അങ്ങനെ നീ അതിലൂടെ എന്താണ് സാധിപ്പിച്ചു തരുന്നത്? ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞാലും. അങ്ങനെ നിന്നെ പ്രശംസിക്കുന്ന എന്തുകൊണ്ടാണ്? ഈ തരത്തിൽ സംസ്കരിച്ചെടുത്ത സോമത്തെ
അത് ഞങ്ങൾക്ക് നാളെ അന്നം നേടിത്തരാൻ വേണ്ടിയാണ് മുകളിലേക്ക് പോയി മഴ പെയ്യിപ്പിക്കുന്നത്. ഇനി 350 യജ്ഞം നടത്തുന്ന ആള് യജ്ഞം നടത്തുന്നവരുടെയും അതിൽ പങ്കെടുക്കുന്നവരുടെയും ആയുസ്സിനെ പൂർത്തീകരിക്കുന്നവരും അവർക്ക് ദീർഘായുസ് നൽകുന്നു. നല്ല മഴയെല്ലാം ഉണ്ടെങ്കിൽ, സുഭിക്ഷതയുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ആയുസ്സും ദീർഘായുസ്സായിരിക്കും. ആഗ്രഹങ്ങളെ പവിത്രീകരിക്കുന്നവർ, ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്നവളും, ശബ്ദം നിറഞ്ഞവളും. ശബ്ദമുണ്ട്, ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. അയനൈസ്ഡ് ഫോമിലാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിലത് കൂടി ചേർന്നിട്ട് പ്ലസും മൈനസും ചേർന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. ഈ വിരിക്കപ്പെട്ട പായയിൽ ആസനസ്ഥനായാലും, ഇവിടെ യാഗവേദിയിൽ നിനക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്, അതിൽ നീ വന്ന് നിൽക്കുക, എന്നിട്ട് വേണം യാഗശാലയിലേക്ക് അതിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ ഇതെല്ലാം പിഴിഞ്ഞെടുക്കുമ്പോൾ പാടുന്ന വേദമന്ത്രങ്ങളാണ്. അതിലൂടെയാണ് ശാസ്ത്രതത്വം പ്രചരിപ്പിക്കുന്നത്. ഇനി 351 സോമനും ഇന്ദ്രനും എല്ലാവരുടെയും നാഥനാണ്. ഇങ്ങനെയുള്ള സോമം, സംസ്കരിച്ചെടുത്ത സോമം അവിടെ ചെല്ലുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? ഇതിൻ്റെ സഹായത്താൽ മേഘങ്ങളെ വളരെ എളുപ്പത്തിൽ യോജിപ്പിക്കും. അതുകൊണ്ട് നീയും ഇന്ദ്രനും എല്ലാവരുടെയും നാഥനാണ്, ഗോക്കളെ പാലിക്കുന്നതും. അങ്ങനെ മഴ പെയ്യുമ്പോൾ കൃഷി ഉണ്ടാവും, ധനമുണ്ടാവും, ഗോക്കളുണ്ടാവും, പശുക്കളുണ്ടാവും. ഐശ്വര്യങ്ങളുടെ ഇരിപ്പിടമാണ് നീ. അങ്ങനെ അതിൻ്റെ ഈ എല്ലാ ഐശ്വര്യത്തിനും കാരണം ഇതിൻ്റെ ഈ കഴിവാണ്. അതുകൊണ്ട് നീ ഐശ്വര്യത്തിൻ്റെ ഒരു ഇരിപ്പിടമാണ്. അങ്ങനെ നീ ഞങ്ങളുടെ കർമ്മങ്ങളെ പൂർത്തീകരിക്കുകയും സംശുദ്ധമാക്കുകയും ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണ്? നിന്നെ ഇടിച്ചു പിഴിഞ്ഞിട്ട് സംസ്കരിച്ചെടുത്തിട്ട് അഗ്നിയിലർപ്പിച്ചിട്ട് കൃത്രിമമായിട്ട് മഴ പെയ്യിപ്പിക്കാനാണ് നമ്മുടെ ആഗ്രഹം. അത് നീ സാധിപ്പിച്ച് തരിക.